ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനു മിസ് ആണ്. അപ്പൊ എന്റെ മക്കൾക്ക് ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ പോലും ഇല്ല അല്ലെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട്, നമ്മൾ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കസ് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്റെ മക്കള് അടിപൊളിയായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യും, ഫുൾ മാർക്ക് മേടിക്കും എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ അങ്ങനെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ അതിലൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ കണ്ടു, മക്കൾക്ക് എവിടെയെങ്കിലും അത് കൺഫ്യൂഷൻ ആയാലോ, അങ്ങനെയാണെങ്കിൽ അത് ഇന്നത്തോടെ അങ്ങ് ക്ലിയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് മിസ് വന്നത്. നമ്മളെ സ്ഥാനവില അല്ലെ, പ്ലേസ് വാല്യൂവിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. മക്കള് വായിച്ചു നോക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അതങ്ങ് കംപ്ലീറ്റ് ആയേക്കാം, അതങ്ങ് ക്ലിയർ ആയേക്കാം. ഓക്കെ, അപ്പൊ ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം നമുക്ക്. വിച്ച് among the following is equal to ഏതിനാ? 7 into 1 plus 8 into 1 by 100 പ്ലസ് 9 into 1 by 1000 എന്നാ പറഞ്ഞത്. എന്താ? 7 into 1 പ്ലസ് 7 into 1 by 8 into 1 by 100 പ്ലസ് 9 into 1 by 1000. ഇതിന് സമമായിട്ടുള്ള അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ളത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആരാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. ഈസി ആയിട്ട് കണ്ടുപിടിക്കാം, വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ഇത് നോക്കിക്കേണ്ട മക്കളെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ കാര്യങ്ങളെ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ട് ഒന്ന് കൂട്ടി നോക്കിയാൽ മാത്രം മതി, വേറെ ഒന്നുമില്ല കേട്ടോ. ഇത് ആദ്യം മിസ് എടുക്കുന്നത് ആരെയാ? ഇത് 7 into 1 ആദ്യം ഞാൻ എടുക്കുന്നത്. 7 into 1 എന്ന് പറഞ്ഞാൽ എന്താടാ? 7 into 1 എന്ന് പറഞ്ഞാൽ അത് 7 കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് അപ്പുറത്തേക്ക് മാറ്റി എഴുതാം അല്ലെ. ഓക്കെ, അപ്പൊ 7 into 1 എന്ന് പറഞ്ഞാൽ 7. അപ്പൊ അടുത്തത് ആരാ? സെക്കൻഡ് ആയിട്ട് തന്നത് ആരെയാ? 8 into 1 by 100 അല്ലെ, 1 by 100. 8 into 1 by 100 നമുക്ക് എങ്ങനെ എഴുതാം? 8 into 1 by 100 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 8 by 100 ആയിരുന്നു. അതിനെ നമ്മൾ എന്തെങ്കിലും രീതിയിൽ മാറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു, ഡെസിമൽ ആക്കിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം 100 എത്ര പൂജ്യമുണ്ട്? 2 പൂജ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആൻസറിലും എന്തായിരിക്കും? 2 സംഖ്യകളുടെ മുൻപിലായിരിക്കണം പോയിന്റ് വരേണ്ടത് എന്നൊക്കെ നമ്മൾ പഠിച്ചതാ. ഇവിടെ 8 എന്ന് പറഞ്ഞൊരു സംഖ്യ അവിടെ ഒരു സ്ഥാനത്തുണ്ട്. പക്ഷെ നമുക്ക് 2 സ്ഥാനത്തിന് മുൻപിലാണ് പോയിന്റ് ഇടേണ്ടതെങ്കിൽ 8ന്റെ നേരെ മുൻപിൽ ആര് വരണം? 0 വരണം. അപ്പൊ 0.08 ആണ് ഇവിടെ ഉള്ള ഉത്തരം എന്ന് നമുക്ക് കിട്ടി. സെറ്റാണേ, 0.08 ആണ്. ഇനി അടുത്തത് മൂന്നാമതായിട്ട് ഒരാൾ കൂടെ ഇവിടെ ഉണ്ടായിരുന്നു. ആരാത്? 9 into 1 by 1000 ആയിരുന്നു. അപ്പൊ അതിനെയും കൂടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് എഴുതി നോക്കാം. 9 into 1 by 1000 അല്ലെ. 9 into 1 by 1 by 1000 നമുക്ക് എങ്ങനെ എഴുതാം? 9 by 1000 എന്ന് നേരെ എഴുതിക്കൂടെ? ഇതും അതേപോലെ തന്നെ എന്താ? 1000 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. 1000-ല് 3 പൂജ്യങ്ങളുണ്ട്. അപ്പൊ എന്തായാലും ആൻസറില് 3 സ്ഥാനത്തിന്റെ മുൻപേ എന്ത് വേണം? പോയിന്റ് വേണം എന്ന് നമ്മൾ ഫിക്സ് ചെയ്തതാ. ഇവിടെ നമ്മൾ ആരെയാ ഡിവൈഡ് ചെയ്യുന്നത്? 9-നെയാ. അപ്പൊ 9 ഒരു സ്ഥാനത്ത് അവിടെ വന്നു. ഇനി അതിന്റെ തൊട്ട് മുൻപിൽ 2 സ്ഥാനല്ലേ, അവിടെ നമ്മൾ എന്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു? 0 വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. വളരെ സിമ്പിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യാനൊക്കെ പഠിച്ചതാ. ഇനി ഒന്നുമില്ല, എന്റെ മക്കൾ എന്ത് ചെയ്താൽ മതി? ഇത് കൂട്ടി കൊടുത്താൽ മതി. ഈ 3 വാല്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യല്ലേ. ആരൊക്കെയാണ് മക്കൾക്ക് ആഡ് ചെയ്യേണ്ടത്? 1 7 അല്ലെ. അപ്പൊ 7 into 1 എന്ന് പറഞ്ഞാൽ 7 ആണ്. 1 7 ആണ്. പിന്നെ ആരാ? 0.08 ഉണ്ട്. അപ്പൊ അത് മിസ് ആഡ് ചെയ്യാണ്, 0.08. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം, എവിടെയാണ് നിങ്ങൾ പോയിന്റ് വൈസിലെ നമ്പർ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് അവിടെ പ്ലേസ് വാല്യൂ വെക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ലാസ്റ്റ് വരുന്നത് ആരായിരുന്നു? 0.009 ആയിരുന്നു. അപ്പൊ 0.009. ഇനി ഇത് ആഡ് ചെയ്യാൻ വളരെ സിമ്പിളാ. അപ്പൊ മേലോട്ട് നോക്കുമ്പോ സംഖ്യകളൊന്നും കാണുന്നില്ലല്ലോ എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ എന്റെ മക്കൾ ഞാൻ എപ്പോഴോ പറഞ്ഞ ഒരു കാര്യമായിരുന്നു. എന്ത്? 7 എന്ന് പറഞ്ഞാൽ 7.000 എന്ന് പറഞ്ഞാൽ എത്ര പൂജ്യം ഇട്ടാലും അവിടെ 7 തന്നെയാണ് അതിന്റെ വാല്യൂ. അതേപോലെ തന്നെ 8 കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പൂജ്യം ഇട്ടാലും അതിന് പ്രശ്നമൊന്നുമില്ല. കാരണം സംഖ്യ കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് പൂജ്യം വന്നാൽ അവിടെ വാല്യൂ ഇല്ല എന്ന് മിസ് പണ്ടേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എന്റെ മക്കൾ വേഗം ഒന്ന് ആഡ് ചെയ്ത് നോക്കിക്കത് എന്ത് വരും? നമ്മളിതാ 0 0 9 ആഡ് ചെയ്താൽ എത്ര വരൂടാ? 9 എന്ന് വരും. ഇനി 0 8 0 ആഡ് ചെയ്താൽ 8 എന്ന് വരും. 0 0 0 0 തന്നെ വരും. ഇപ്പുറത്ത് 7 വരും. എവിടെയാ നമ്മൾ പോയിന്റ് ഇടാ? നേരെ പോയിന്റ് ഉള്ള സ്ഥലത്ത് തന്നെ അല്ലെ, 3 സംഖ്യയുടെ മുൻപിൽ തന്നെ പോയിന്റ് വരും. നോക്കിക്കേ, 7.089 എന്ന് പറയുന്ന ആള് നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നോ? 7.089 അല്ലെ, 98 അല്ല, മിസ് പറഞ്ഞ ഒന്ന് മാറിപ്പോയിട്ടുണ്ടായിരുന്നു അല്ലെ. 7.089 എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ഓപ്ഷൻ സി ആയിരുന്നു. എന്റെ കുട്ടികളെ അടിപൊളിയായിട്ട് വേഗം സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. പക്ഷെ
ഇത് കാണുന്ന സമയത്തൊന്ന് കൺഫ്യൂഷൻ ആകും, അയ്യോ അതെങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ അത് ഏഡ് ചെയ്യുന്ന സമയത്തൊന്ന് കൺഫ്യൂഷൻ ആവരുത്. അതിന് വേണ്ടിയിട്ടാണ് ഓരോ പ്ലേസ് വാല്യൂ വെച്ചിട്ട് ഏഡ് ചെയ്യാനും അതേപോലെ തന്നെ അത് മൾട്ടിപ്ലൈ ചെയ്യാനും ഒക്കെ മിസ് മാറ്റി എഴുതിയത്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ സെറ്റ് ആണെങ്കിൽ എന്റെ മക്കളെ ഓടി വന്നിട്ട് ഈ പ്രോബ്ലത്തിന്റെ ആൻസർ കമന്റ് ബോക്സിൽ പറയണം. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്ത പോലെ തന്നെ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. എന്നിട്ട് അതൊന്ന് ഏഡ് ചെയ്ത് നോക്കിയിട്ട് അതിന്റെ ആൻസർ ഓടി വന്ന് കമന്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ എന്റെ മക്കളെ ഉറപ്പിച്ചോ, ഇനി എന്റെ മക്കൾക്ക് വരുന്ന ഏത് ചോദ്യമാണെങ്കിലും അതിനൊക്കെ ഉത്തരം മക്കൾക്ക് സിമ്പിൾ ആയിരിക്കും. എല്ലാ ചോദ്യവുമായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഒക്കെ ഉണ്ടായിരിക്കും നമ്മളെ ലൈവില്. എന്റെ മക്കൾ എന്ത് ചെയ്യണം, ലൈവ് മസ്റ്റ് ആയിട്ട് കാണണം. നമ്മളെ മെഗാ മാരത്തോണിലെ എല്ലാ ചോദ്യങ്ങളും ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് എക്സാമിന് വരുന്ന അതേ ചോദ്യങ്ങൾ. ഓക്കെ, അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യുക, ഓടി വന്നത് കമന്റ് ചെയ്യുക. ഇനിയും പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് മിസ് അടുത്തൊരു ക്ലാസ്സിൽ വരാം. അതുവരെ ബൈ ബൈ.